നമ്മളിന്ന് നോക്കുന്നത് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഷെയറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു വലിയ റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫർദർ ഇത് താഴാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കറണ്ട് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് 381.50 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ മെയിൻലി നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനൊരു വലിയ ക്യാൻഡിൽ വരികയാണെങ്കിൽ അവിടെ ഒരു സെല്ലിംഗ് ആണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് താഴത്തേക്കായിരിക്കും പ്രൈസ് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിപ്പോൾ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ്. അതായത് നമ്മളിപ്പോൾ 381.50 നമ്മളിത് സെല്ല് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ ഒരു ലോവർ ലെവലിലേക്ക് ഈ ഒരു സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ച് ബൈ ചെയ്യും. അതാണ് കോൺസെപ്റ്റ്. അതാദ്യം നിങ്ങൾക്ക് അത്രയ്ക്ക് ക്ലിക്കാകില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ കുറച്ചും കൂടെ ഡെപ്തായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. നമുക്കിപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് സെല്ല് ചെയ്യാണ്. ഇപ്പോൾ സെല്ലാണ് കൊടുക്കേണ്ടത്. ഷോർട്ട് സെല്ലിങ്ങിന് ആദ്യം സെല്ലാണ് കൊടുക്കേണ്ടത്. അത് മെയിൻലി ബിഗിനേഴ്സിന് വേണ്ടിയാണ് കേട്ടോ പറയുന്നത്. 381.50 നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആ റേഞ്ചിലായിരുന്നു. ഒരു 25 ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ട്. എത്രയാണ് മാർജിൻ എന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ കയ്യിൽ 2300 സംതിങ് ആണ് ബാലൻസ് ഇപ്പോൾ ഉള്ളത്. അവൈലബിൾ മാർജിൻ നോക്കുകയാണെങ്കിൽ ഒരു 1000 ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 50 ക്വാണ്ടിറ്റി ആക്കി കൊടുക്കാം അത്. അപ്പോൾ നമ്മൾ ആദ്യം സെല്ല് ചെയ്യണം കേട്ടോ. ബൈ അല്ല ചെയ്യുന്നത്, സെല്ലാണ് ചെയ്യുന്നത്. ഷോർട്ട് സെല്ലിങ്ങിൽ ആദ്യം സെല്ലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ₹1 കയറ്റി കൊടുക്കുക. 382.5 എന്ന് കൊടുക്കുക. അതായത് ഇൻ കേസ് ഇത് 381.5 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആവും. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോസ് സംഭവിക്കും. 50 റുപ്പീസാണ് നമ്മുടെ ലോസ്. നമ്മൾ 2 റുപ്പീസ് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് 379.50 വരികയാണെങ്കിൽ നമുക്ക് 100 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മൾ സെൽ ഓർഡർ ഇട്ടിരിക്കുന്നത് 381.5 ആണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഈ ബൈ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അത് വന്നിട്ട് 382.50 കിടക്കുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണത്. സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമ്മൾ ഇട്ടതിൻ്റെ മുകളിലായിരിക്കും. ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് 380.45. 380 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇട്ടതിനേക്കാൾ ₹1 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിത് കിട്ടിയിട്ടില്ല. എനിവേ നമ്മൾ ഇതിൻ്റെ ചാർട്ട് ഒന്നും കൂടെ നോക്കാം. ചാർട്ടിൽ നല്ലൊരു ഫോൾ 379.65. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ₹2 ഫോളോ ചെയ്തു. പക്ഷെ നമുക്ക് ഈ സ്റ്റോക്ക് കിട്ടിയിട്ടില്ല. അതൊരു പ്രശ്നമാണ്. സാധാരണ രീതിയിൽ എല്ലാവരും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോളിങ് സ്റ്റോക്കിലും ബൈ എടുക്കാൻ നോക്കും. കാരണം അവർക്ക് അത് മാത്രമേ അറിയുള്ളൂ. അവരൊരു പ്രതീക്ഷ, അവരുടെ മനസ്സ് പറയും ഇത്രയും ഡൗൺ ആയതല്ലേ, ഇനി കുറച്ചെങ്കിലും കയറുന്നുള്ള പ്രതീക്ഷയിൽ അവർ വീണ്ടും ബൈ എടുക്കും. അതിനുശേഷം അവർ നല്ല രീതിയിൽ ലോസ് ബുക്ക് ചെയ്യും. അപ്പം ഇങ്ങനെ ഇറങ്ങുന്ന സ്റ്റോക്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഷോർട്ട് സെല്ലിംഗ്. കാരണം ആദ്യം നിങ്ങൾ വിൽക്കുക, താഴ്ന്ന ലെവലിൽ വാങ്ങുക. ഇതെങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ 379.50 അതാണ് 10 റുപ്പീസിൻ്റെ ഡിഫറൻസ്. അതായത് അറൗണ്ട് 379.50 2 റുപ്പീസിൻ്റെ ഡിഫറൻസ് 381.5. അതായത് 379.5 ബൈ എടുക്കുന്നു, 381.5 സെല്ല് എടുക്കുന്നു. ആ ഒരു ഇമ്പാക്റ്റാണ് ഇതിൽ കിട്ടുന്നത്. അതായത് നമ്മൾ ഷോർട്ട് സെല്ലിങ്ങിൽ 381.5 സെല്ല് ചെയ്യുന്നു. തിരിച്ച് ഈ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് വരുമ്പോൾ നമ്മൾ 379.5 ബൈ ചെയ്യുന്നു. കാരണം ഇൻട്രാഡേയിൽ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ അത് അന്നേ ദിവസം തന്നെ സെറ്റിൽ ചെയ്യണം. നമ്മളിപ്പോൾ നമുക്കറിയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബൈ അറ്റ് ലോ ലെവൽ, സെൽ അറ്റ് ഹൈ ലെവൽ. ആദ്യം ബൈ, പിന്നീട് സെൽ. ഷോർട്ട് സെല്ലിങ്ങിൻ്റെ കേസിൽ ആദ്യം സെൽ, പിന്നീട് ബൈ. സ്റ്റോപ്പ് ലോസ് വന്നിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്ന എമൗണ്ടിനേക്കാളും കുറച്ച് മുകളിലാണ് വെക്കേണ്ടത്. കുറച്ച് മുകളിൽ നല്ല ഒരു ₹1 2 റുപ്പീസ് എന്നുള്ള രീതിയിലായിരിക്കും വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അടിയിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ഹാവ് എ നൈസ് ഡേ.